ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കിയത് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ഭീകരപ്രവർത്തനത്തെയും അത് രാജ്യത്തിന് നേരെയുള്ള ഒരു യുദ്ധമായി കണക്കാക്കും എന്നുള്ളതാണ്. 24 മണിക്കൂറിനുള്ളിൽ അതിൽ തിരിച്ചടി ഉണ്ടാവും എന്നുകൂടി ഇന്ത്യ പറയുന്നു. യുദ്ധമായി കണക്കാക്കിയുള്ള തിരിച്ചടി എന്ന് പറയുന്നു. പഹൽഗാം പോലെ ഒരു ആക്രമണം ഇനി ഉണ്ടായാൽ അക്കാര്യത്തിൽ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നൊരു സൂചന കൂടിയാണ് അതിൽ നൽകുന്നത്. ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ കാണാൻ കഴിയും. ഒന്ന്, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സമാധാന നീക്കമൊക്കെ നടക്കുന്നുണ്ട്. അത്തരം DGM തലത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും DGM തലത്തിലുള്ള ചർച്ചയുമൊക്കെ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായി അങ്ങനെ ഒരു ലോകരാജ്യങ്ങളുടെ ഇടപെടലും ഒക്കെ ഈ വിഷയത്തിലുണ്ട്. രണ്ട് രാജ്യങ്ങളും പരസ്പരം ഇനിയിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാം, അല്ല യുദ്ധമല്ല, ഇനിയിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സംഘർഷം അവസാനിപ്പിക്കാം, അത് യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ള നിലപാടൊക്കെ ഉണ്ട്. ഒന്നുകിൽ അത്തരമൊരു നിലപാടിൻ്റെ കൂടി ഭാഗമാവണം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. ഭാവിയിൽ പഹൽഗാം പോലെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ നൽകിയതുപോലെ 15 ദിവസത്തെ സമയമൊന്നും നൽകില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അത് യുദ്ധമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉടൻ തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് ഇന്ത്യൻ മണ്ണിലേക്ക് ഇനിയൊരു ഭീകരാക്രമണം, ഇന്ത്യൻ മണ്ണിലേക്ക് ഭീകരവാദികളെ കയറ്റിവിടുന്നത് പാകിസ്ഥാൻ ഇതോടുകൂടി നിർത്തിക്കോണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് സംഘർഷം അവസാനിപ്പിച്ചാലും ഭാവിയിലേക്കും അങ്ങനെ ഉണ്ടായാൽ വീണ്ടും ഇങ്ങനെ ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ നീണ്ട കാലത്തെ സമയപരിധി ഒന്നും നൽകില്ല. ഇന്ത്യ അത് യുദ്ധമായി തന്നെ കണക്കാക്കി ഇന്ത്യയെ ആക്രമിക്കും എന്നുള്ളത് നൽകുന്നു. അല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ കൂടി ഇതിനെ കാണാം. ഇന്ത്യ ഒരു കടുത്ത നിലപാടിലേക്ക്, പാകിസ്ഥാനുള്ള അതിർത്തിയിലേക്ക് സൈന്യം മാർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യവും അത്തരത്തിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്ന തരത്തിലേക്ക്, ആ തരത്തിലേക്ക് കൂടി ഇന്ത്യക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ്. നമുക്കതിൽ അന്തിമ തീരുമാനം നമുക്കായി പറയാൻ കഴിയില്ല. ഇതെല്ലാം സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്.